KSRTCയുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകൾ കണ്ടാലോ? പൊതുജനങ്ങൾക്ക് അത്ര പരിചിതമല്ലാത്ത ചില KSRTC കാഴ്ചകൾ. ഉയർച്ചകളില്ലാതെ നിത്യചെലവ് പോലും താങ്ങാനാകാതെ കിടന്നിരുന്ന KSRTC ഇന്ന് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നത്. അതിന് കാരണക്കാരായ ചില ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവരാണ് KSRTC ജീവനക്കാർ. ഇത്തരം ജീവനക്കാരാണ് KSRTCക്ക് താങ്ങും തണലുമാകുന്നത്. അവരുടെ അർപ്പണ മനോഭാവവും കഠിന പ്രയത്നവും KSRTCയുടെ മുഖച്ഛായ തന്നെ മാറ്റുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി KSRTCക്ക് മുന്നേറാൻ KSRTCയുടെ നട്ടെല്ലായി നിൽക്കുകയാണ് ഇത്തരം ജീവനക്കാർ. പക്ഷേ നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിൽ ഇത്തരം ജീവനക്കാർ മാത്രമല്ല, മറ്റു ചില ആളുകളുമുണ്ട്. കുറച്ചു നാളുകൾക്ക് മുൻപാണ് KSRTCയിലെ കുപ്പിവെള്ള വിവാദം നമ്മളൊക്കെ കണ്ടത്. വിവാദങ്ങൾക്ക് കാരണമായ ബസ് ഡ്രൈവറെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള മന്ത്രിയുടെ നടപടിയെ പലരും ചോദ്യം ചെയ്യുകയും ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ബസ്സിലെ കാഴ്ചകളൊന്ന് കണ്ടാലോ? വിവാദത്തിന് കാരണമായ ബസ് തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചപ്പോൾ KSRTC വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ ആ ബസ്സിനുള്ളിൽ കണ്ടത് കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് കുപ്പികളായിരുന്നു. അതുമാത്രവുമല്ല, ആ ബസ്സിൽ ഡ്രൈവർ സീറ്റിന് പുറകിലായി കയറുകൾ കൊണ്ട് കെട്ടി മുഷിഞ്ഞ ഒരു കർട്ടൻ തുണിയും വലിച്ചു കെട്ടിയിരുന്നു. ഡ്രൈവർ സീറ്റിന് പുറകിൽ ചരടുകൾ കെട്ടി കർട്ടൻ ഇടരുതെന്ന് KSRTC CMDയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് ഈ പ്രവൃത്തി. ഇത്തരത്തിലുള്ള കർട്ടനുകൾ ചില KSRTC ബസ്സുകളിലെങ്കിലും ഇപ്പോഴും കാണാൻ സാധിക്കും. ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്നതിനിടെ ഫോണിൽ സംസാരിക്കുന്നതുൾപ്പെടെ യാത്രക്കാർ കാണാതിരിക്കാനും അത്തരം വീഡിയോകൾ പ്രചരിക്കാതിരിക്കാനുമായിരിക്കാം ഇത്തരത്തിൽ കർട്ടനുകൾ വലിച്ചു കെട്ടുന്നത്. പക്ഷേ ഇത് തികച്ചും നിയമവിരുദ്ധം തന്നെയാണ്. ഇവയെല്ലാം കണക്കിലെടുത്താണ് വിവാദത്തിന് കാരണമായ ബസ് ഡ്രൈവറെ ഗതാഗത വകുപ്പ് മന്ത്രി സ്ഥലം മാറ്റിയത്. പക്ഷേ ഈ നടപടിയെ എല്ലാവരും വിമർശിച്ചു. മാത്രവുമല്ല, ഈ നടപടി റദ്ദാക്കിയ കോടതി ഉത്തരവിനെ എല്ലാവരും പ്രശംസിക്കുകയും ചെയ്തു. പക്ഷേ കോടതി ഉത്തരവിൽ പ്രത്യേകം പറയുന്നുണ്ട്, സ്ഥലം മാറ്റുന്ന നടപടി മാത്രമാണ് റദ്ദ് ചെയ്യുന്നത്. പകരം ഡ്രൈവർക്കെതിരെ KSRTC മാനേജ്മെന്റിന് അച്ചടക്ക നടപടി സ്വീകരിക്കാം. തകർച്ചയുടെ വക്കിൽ നിന്നും ഉയർച്ചയിലേക്ക് കുതിക്കുന്നതിനിടെ ഇത്തരം നിരുത്തരവാദിത്തപരമായ പ്രവൃത്തികൾ KSRTC ജീവനക്കാർ മാറ്റേണ്ടതുണ്ട്. പകരം യാത്രക്കാർക്ക് നല്ല യാത്രകൾ സമ്മാനിക്കാൻ KSRTC മാനേജ്മെന്റിനോടൊപ്പം നിന്ന് പരിശ്രമിക്കുകയാണ് വേണ്ടത്. ആദ്യം കണ്ടതുപോലെയുള്ള മനോഹരമായ KSRTC കാഴ്ചകൾ ഇനിയും ഉണ്ടാകട്ടെ.